എന്നാൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒന്ന് റിലാക്സ് ചെയ്യാൻ നമുക്കൊരു ഷോർട്ട് ഫിലിം കണ്ടാലോ? കണ്ടു നോക്ക്, നല്ല ഫിലിമാണ്. എങ്ങനുണ്ട്? കൊള്ളോ? കൊള്ളാല്ലേ? ഒരു ഉഗ്രം വീഡിയോ കാണിച്ചിട്ട് നിങ്ങൾ അഭിപ്രായമൊന്നും പറഞ്ഞില്ലല്ലോ. പടം എങ്ങനെയുണ്ട്? ത്രില്ലറാണോ, കോമഡിയാണോ, അതോ ഹൊറർ മൂവിയാണോ? ഒരു കാര്യം ചെയ്, നന്ദനിക്ക് വന്നേ. ഇങ്ങോട്ട് വേടാ. നന്ദൻ വാ, നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. സാർ, നമുക്ക് ചോദ്യം ചെയ്യുന്ന റൂമിലേക്ക് പോവാം. അവിടെ ചോദ്യം ചെയ്യാനുള്ള ഫുൾ സെറ്റപ്പും ഉണ്ട്. പിന്നെ ഇപ്പോഴത്തെ ചില നിയമങ്ങൾ അനുസരിച്ച് ചോദ്യം ചെയ്യുന്നതൊക്കെ റെക്കോർഡ് ചെയ്യുകയും വേണം. സാർ, എന്നൊന്നും ചെയ്യല്ലേ. ഏയ്, നേരാൻ വണ്ണം നിന്നാ ഞാനൊന്നും നുള്ളി നോക്കുക പോലും ചെയ്യില്ല. എനിക്ക് സ്ട്രെയിറ്റ് ഉത്തരം കിട്ടണം. ചോദ്യം ഇതാണ്, ഇപ്പൊ കണ്ട വീഡിയോയിലുള്ളത് സത്യമാണോ അല്ലയോ? സർ, എന്നെ രക്ഷിക്കണം സർ. രക്ഷിക്കാനല്ല, കുറ്റവാളികളെ ശിക്ഷിക്കാനാ സർക്കാർ ശമ്പളം തരുന്നത്. ചോദിച്ചതിന് ഉത്തരം പറ. ആ വീഡിയോയിൽ കണ്ടത് സത്യമല്ലേ? നീയല്ലേ ഋഷിയെ കൊന്നത്? അതെ സർ, സത്യം. സത്യം സാറേ, ഞാനാ ഋഷിയെ കൊന്നത്. അറിയാതെ പറ്റിപ്പോയതാ സാറേ. മതി മതി, അത് കേട്ടാ മതി. ഇനിയിപ്പോ കൂടുതൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കോടതിയിൽ ഹാജരാക്കാൻ പോവാണ്. അവിടെയും കുറ്റം ഏൽക്കണം. സാറെ രക്ഷിക്കണം, ഞാൻ കാല് പിടിക്കാം. എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ എന്റെ അമ്മ, അച്ഛൻ, എന്റെ ദേവി, അവര് പിന്നെ മരിച്ച ആളിനോട്ടടാ അച്ഛനും അമ്മയൊക്കെ. ഇപ്പൊ തന്നെ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കും, എന്നിട്ട് നേരെ കോടതിയിലേക്ക്. സാറ്, ഞാൻ കാല് പിടിക്കാം സാറേ. മര്യാദയ്ക്ക് നിന്നോണം. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഫോൺ കട്ട് ചെയ്താ ഞാൻ ഫോൺ കൊടുക്കാം.
സാറൊന്ന് സംസാരിക്കണം. നീ ഫോൺ കട്ടി. മന്ത്രിയല്ല മുഖ്യമന്ത്രിയാണ് വിളിക്കുന്നെങ്കിലും എനിക്ക് സംസാരിക്കണ്ട. ആരുടെ ശുപാർശ ഞാൻ കേൾക്കാനും പോകുന്നില്ല. രണ്ടിനെയും കോടതി കൊണ്ടുപോവാ. സാർ, ഇത് മുഖ്യമന്ത്രിയോ മന്ത്രിയോ ഒന്നല്ല. സാർ സംസാരിക്കുക, ആള് കേട്ടോണ്ടിരിക്കുക. ഹലോ, DYSP ഐസക് കുരുവിള. റെക്കമെൻഡേഷൻ ഒന്നും നടക്കത്തില്ല. ആരാ സംസാരിക്കുന്നത്? ആ, ശരി ശരി, ഞാൻ നോക്കട്ടെ.